ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ജീവിതം ആരെയോ തോൽപ്പിക്കാനും അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനും ഒന്നും ഉള്ളതല്ല. ഇന്നത്തെ നമ്മളെക്കാളും നാളെ കുറച്ചുകൂടി ബെറ്റർ ആകുക, ഹെൽത്തി ആകുക എന്നുള്ളത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് സ്വയം അഭിനന്ദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആവശ്യം. അപ്പോൾ പിരിമുറുക്കങ്ങളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ജീവിതത്തെ നേരിടാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP കുറയ്ക്കാനും ഒക്കെ മുരിങ്ങയില ജ്യൂസ് പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. പല കൂട്ടുകാരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡെയിലി മുരിങ്ങയില ജ്യൂസ് കുടിക്കണോ, എത്ര അളവിൽ കുടിക്കണം എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ. മുരിങ്ങയിലെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് മുഴുവനും വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ഡിപ്രഷൻ ഉള്ളവർക്ക് അത് അകറ്റാനായിട്ട് സഹായിക്കും. മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിനും എല്ലാം ഇത് ഗുണകരമാണ്. ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു പിടി മുരിങ്ങയിലയാണ് വേണ്ടത്. അതിൽ കൂടുതൽ ഒരാളും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 പേർക്കാണെങ്കിൽ 2 പിടി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണം, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം. മുരിങ്ങയില നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അത് ജ്യൂസായിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ മധുരം വേണമെന്നുള്ളവർക്ക് തേൻ ചേർക്കാവുന്നതാണ്. ഈ ഒരു ജ്യൂസ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ ആഹാരത്തിന് നല്ല ഒരു സ്പേസ് ഇട്ടിട്ട് കഴിക്കുക. അതായത് ഇതിന് ശേഷം 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് ആഹാരം കഴിക്കാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർ തീർച്ചയായും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് BP അപ്പാരറ്റസ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. BP കൂടിയിട്ടുണ്ടോ, ചിലപ്പോൾ തലവേദനകളൊക്കെ കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ BP ഉണ്ടെന്ന് നമ്മൾ നന്നായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില ജ്യൂസ് കുടിക്കുന്നത് 2-3 ദിവസം കൂടുമ്പോൾ വേണം കുടിക്കാനായിട്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് BP ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്, കൂടിയ അളവിലെങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ 2-3 ദിവസം ഇടവിട്ട് വേണം നമ്മളിത് കുടിക്കാനായിട്ട്. മുരിങ്ങയില വീട്ടിലില്ലാത്തവരുണ്ടാകും, അതുപോലെ തന്നെ ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് തണലിൽ മുരിങ്ങയില ഉണക്കിയെടുത്തപ്പോൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 1 സ്പൂൺ മുരിങ്ങയില നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം കുറച്ച് സമയം മൂടി വെച്ചിട്ട് അത് നമുക്ക് അരിച്ച് കുടിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂൺ തേൻ നമുക്ക് ആഡ് ചെയ്യാം. ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേൻ ചേർത്താലായിരിക്കും ബെറ്റർ. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അമിതമായിട്ട് ടെൻഷനുള്ള പലരും അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവരായിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം ടെൻഷൻ വരുമ്പോൾ വാരി വലിച്ച് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ബ്ലഡ് പ്രഷറിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ടെൻഷൻ കാരണം ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്നതും BPയിലേക്ക് നയിക്കാനായിട്ട് ഇടയാകും. തൈറോയിഡ് ഉള്ളവർക്ക് അമിതവണ്ണം കാണാറുണ്ട്. അപ്പോൾ തൈറോയിഡ് നോർമലാക്കാൻ വരെ നമ്മുടെ ഈ മുരിങ്ങയില സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രെസ് എല്ലാം അകറ്റി നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട് ഈ മുരിങ്ങയില കഴിക്കുന്നതിലൂടെ സാധിക്കും. നമ്മൾ 1 മാസം ഇത് ഈ പറയുന്ന വിധത്തിൽ 2-3 ദിവസം ഇടവിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരഭാരത്തിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അല്പം സമയമെടുത്ത് കുറയ്ക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. സ്ത്രീകൾക്കുണ്ടാകുന്ന കാൽസ്യക്കുറവ് നമ്മുടെ ശരീരവേദനകൾക്ക്, കൈകാലുകളുടെ വേദനയ്ക്കൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകൾ മുരിങ്ങയില പൗഡറായിട്ട് നമുക്ക് പാക്കറ്റിൽ അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്കിവിടെയും ആമസോണിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ വിദേശത്തുള്ള സബ്സ്ക്രൈബർ പറഞ്ഞതാണ് അവരുടെ വീട്ടിലൊക്കെ മുരിങ്ങയില പൗഡർ വാങ്ങി വയ്ക്കും. അത് പതിവായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പോഷകക്കുറവുകൾ ഒക്കെ പരിഹരിക്കാനായിട്ട് ആ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. മുരിങ്ങയില പൗഡറിൻ്റെയും അതുപോലെ തന്നെ BP അപ്പാരറ്റസിൻ്റെയും ഓൺലൈനിൽ വാങ്ങിക്കണമെന്നുള്ളവർക്ക് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതെനിക്കൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.